ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങൾക്ക് നൽകുന്ന ധനസഹായങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ 2,40,000 രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങൾക്ക് നൽകുന്ന ധനസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. കർഷകരുടെ ഉന്നമനമാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റുകളുടെയും അതുപോലുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ കാതലായ കാര്യം എന്നുള്ളതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകും. അതുപോലെ ഈ ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നമ്മുടെ സാഹചര്യത്തിൽ എന്താണ് അതിൻ്റെ ഒരു സാധ്യത എന്ന് പഠിക്കാൻ കൂടുതൽ ഉപോൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ നമ്മളൊരു ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്റർ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ കൂടി ആരംഭിക്കുകയാണ്. അപ്പൊ അതിലേക്കായിട്ട് ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് ഒരു ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്ററിന് വേണ്ടി എന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അതോടൊപ്പം ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങുന്നതിന് വേണ്ടി അടുത്ത വർഷം നമ്മൾ 3 ലക്ഷം രൂപ കൂടി അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഒരു നാട്ടറിവ് മ്യൂസിയം കൂടി സജ്ജമാക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാർഷിക മേഖലയിലുള്ള നൂതനമായ രീതികളെയും സമ്പ്രദായങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാനും അന്താരാഷ്ട്ര ലെവലിലുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ആളുകളും അതുപോലെ തന്നെ സർവകലാശാലകളിലെ ഇതിന്റെ ഫാക്കൽറ്റീസ് ഉൾപ്പെടെയുള്ള ആളുകളുമായി ഓൺലൈനും ഓഫ്ലൈനുമായി ബന്ധപ്പെടുന്നതിനും വേണ്ടത്ര പരിഹാര മാർഗങ്ങൾ അപ്പം തന്നെ നിർദ്ദേശിക്കപ്പെടുന്നതിനും കൂടുതൽ പുതിയ സാങ്കേതിക വിദ്യയും പുതിയ വിത്തിനങ്ങളും ജൈവ സമ്പ്രദായത്തിലുള്ള കൃഷി രീതികൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബായി ഈ ബ്ലോക്ക് ഇൻഫർമേഷൻ സെന്റർ മാറുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പദ്ധതിക്ക് നമ്മൾ തുടക്കമിടുന്നത്. ഇതിനെല്ലാം നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,40,000 രൂപയാണ് ധനസഹായമായി നൽകിയത്. കാർഷിക കർമ്മസേനകൾ, അഗ്രോ സർവീസ് സെന്ററുകൾ, ഇക്കോ ഷോപ്പുകൾ, കാർഷിക സഹകരണ സംഘങ്ങൾ തുടങ്ങിയവ നടത്തുന്ന വിപണന കേന്ദ്രങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. കെട്ടിട നിർമ്മാണം ഒഴികെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, കെട്ടിട വാടക, വെള്ളക്കരം, വൈദ്യുതി ചാർജ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് ബില്ലിംഗ് സംവിധാനം, ശീതീകരണ സംഭരണ സംവിധാനം എന്നിവയ്ക്കുള്ള ആകെ ചെലവിന്റെ 50% തുക വാർഷിക ധനസഹായമായാണ് നൽകുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശിവാഗോ തോമസ്, റിയാസ് ഖാൻ, ADA VP സുധീഷൻ, ജോയിന്റ് BDO TV പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. Maharani Wedding Collections, the classic bridal world.